മാതാവിൻ്റെ സ്നേഹം അത് വാക്കുകൾക്ക് അതീതമാണ്. അത് അനുഭവത്തിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ആ മാതൃസ്നേഹത്തെ പോലും വിലയ്ക്ക് വാങ്ങുവാൻ ശ്രമിക്കുന്ന ക്രൂരമായ ഒരു സംഭവമാണ് നമ്മുടെ രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ അരങ്ങേറിയത്. ഡൽഹിയിലെ ഒരു ആശുപത്രിയിൽ പ്രസവമുറിയിൽ വെച്ച് തന്നെ കുഞ്ഞിനെ മോഷ്ടിച്ചു കടത്തുവാൻ ശ്രമിച്ച സംഭവത്തിൻ്റെ വിശദാംശങ്ങളാണ് ഞാനീ പറയുന്നത്. ജന്മം നൽകി അമ്മയുടെ ചൂടേൽക്കുന്നതിന് മുൻപ് തന്നെ ഒരു പിഞ്ചു കുഞ്ഞിനെ കച്ചവടച്ചരക്കാക്കുവാൻ ശ്രമിച്ച ഒരു സംഘം ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ്. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കണ്ണുവെട്ടിച്ച് ആശുപത്രിയുടെ ഉള്ളറകളിൽ നിന്ന് കുഞ്ഞിനെ കടത്തിയ ഈ സംഭവം കേവലം ഒരു മോഷണം മാത്രമല്ല, മറിച്ച് മനുഷ്യത്വത്തിന് നേരെയുള്ള വലിയൊരു വെല്ലുവിളി തന്നെയാണ്. ഈ കരളലിയിച്ച ഈ സംഭവം നടന്നത് ഡൽഹിയിലെ സഫ്ദർജംഗ് ആശുപത്രിയിൽ നിന്നാണ്. ഡൽഹിയിലെ സഫ്ദർജംഗ് ആശുപത്രിയിൽ നിന്ന് നവജാത ശിശുവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ 2 സ്ത്രീകളാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. പ്രസവമുറിയിൽ നിന്ന് അതീവ രഹസ്യമായി കുഞ്ഞിനെ കടത്തിക്കൊണ്ടുപോകുവാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇവരെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ആശുപത്രിയിലെ ജീവനക്കാരാണ് തങ്ങളെന്ന വ്യാജേനയാണ് ഇവർ വാർഡിൽ പ്രവേശിക്കുന്നത്. അമ്മയുടെയും ബന്ധുക്കളുടെയും ശ്രദ്ധ മാറിയ ഉടൻ തന്നെ കുഞ്ഞിനെ കൈക്കലാക്കുകയായിരുന്നു ഇവർ. കുഞ്ഞിനെ കാണാതായതോടെ പരിഭ്രാന്തരായ ബന്ധുക്കൾ ഉടൻ തന്നെ ആശുപത്രി അധികൃതരെയും പോലീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ ദ്രുതഗതിയിലുള്ള പരിശോധനയിലാണ് ഈ പ്രതികളെ തിരിച്ചറിയുന്നത്. ഇവർ പിടിക്കപ്പെടും എന്നായപ്പോൾ കുഞ്ഞിനെ ഉപേക്ഷിച്ച് രക്ഷപ്പെടുവാൻ ശ്രമിച്ചുവെങ്കിലും പോലീസ് ഇവരെ വളയുകയായിരുന്നു. കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് വൻ തുകയ്ക്ക് വിൽക്കാനായിരുന്നു ഇവരുടെ പദ്ധതിയെന്ന് പ്രാഥമിക ചോദ്യം ചെയ്യലിൽ മനസ്സിലാക്കുവാനും കഴിഞ്ഞു. ഇതിന് പിന്നിൽ വലിയൊരു മനുഷ്യക്കടത്ത് സംഘം പ്രവർത്തിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ പോലീസ് ഇപ്പോൾ ഊർജിതമായ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. രക്ഷപ്പെടുത്തിയ കുഞ്ഞിനെ സുരക്ഷിതമായി മാതാപിതാക്കൾക്ക് കൈമാറിയിട്ടുമുണ്ട്. ആശുപത്രികളിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടുതൽ കർശനമാക്കണമെന്ന് ഈ സംഭവം വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്.